അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ BA അറബിക്കിൻ്റെ തേർഡ് സെമസ്റ്ററിലെ ഒരു പേപ്പറായ പ്രിസിഷൻ ഓഫ് മോഡേൺ അറബിക് പോയട്രി ബ്ലോക്ക് 1 അതിൻ്റെ 4ാമത്തെ യൂണിറ്റ് ഖസീദത്തു ഇലാഹി സയ്യിദി അൻതൽ ജലീൽ ലി ആയിഷ തൈമൂരിയ, ആയിഷത്തു തൈമൂരിയയുടെ കവിതയായിട്ടുള്ള ഇലാഹി സയ്യിദി അൻതൽ ജലീൽ എന്ന ആ ഒരു കവിതയുമായി ബന്ധപ്പെട്ട പാഠമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം ഇന്ന് നമ്മൾ നോക്കുന്നത് പേജ് നമ്പർ 20 ആയിഷ അത്തൈമൂരിയുമായി ബന്ധപ്പെട്ടൊരു ചെറിയൊരു ജീവചരിത്രം അവിടെ കൊടുക്കുന്നുണ്ട്. ആ ഭാഗമാണ് ഈ പാഠത്തിൽ നമുക്ക് ആരാണ് ആയിഷ തൈമൂരി എന്ന് പഠിക്കാനുണ്ട്. അവളുടെ കവിതയുടെ ഒരു ആസ്വാദനം നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ വന്നിട്ടുള്ള പ്രധാന വേർഡ്സുകളുടെ ആശയങ്ങളും അതിൻ്റെ പ്രയോഗങ്ങളും മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ ആരായിരുന്നു ആയിഷ അത്തൈമൂരിയ? നമുക്കൊന്ന് വായിച്ച് നോക്കാം. ആയിഷത്തു അത്തൈമൂരിയ, അവൾ 1903 മരണപ്പെട്ടത്. 1840 ജനനം, അഥവാ ഹിജ്റ വർഷം പറയുകയാണെങ്കിൽ 1256 മുതൽ 1321 വരെയാണ് ജീവിതകാലം. ഹിയ വാഹിദത്തും മിൻ അബ്റസി ഷാഇറാത്തുൽ അറബിയാത്ത്, അറബി കവിയത്രികളിൽ ഏറ്റവും പ്രഗത്ഭയായിട്ടുള്ളവരുടെ കൂട്ടത്തിലെ ഒരുവളാണവൾ. ഫിൽ അസ്റുൽ ഹദീസ്, ആധുനിക കാലഘട്ടക്കാരിയാണ്. വഹിയ ഇബ്നത്തു ഇസ്മായിൽ പാഷ ബിൻ മുഹമ്മദ് കാഷിഫ് തൈമൂർ, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് ഇസ്മായിൽ പാഷ ഇബിൻ മുഹമ്മദ് കാഷിഫ് തൈമൂർ എന്നാണ്. അവളുടെ മകളാണവൾ, ഇബ്നത്ത് മകൾ. വക്കാനത്ത് ആയിഷത്തു ഉഖ്തൻ ലിൽ ആലിം വൽ അദീബ് അഹ്മദ് തൈമൂർ വലിൽ അദീബിൽ ഖാസ് മുഹമ്മദ് തൈമൂർ. പ്രഗത്ഭരായ 2 സാഹിത്യകാരന്മാരാണ്. ഒന്ന് അഹ്മദ് തൈമൂർ, മറ്റൊന്ന് മുഹമ്മദ് തൈമൂർ. മുഹമ്മദ് തൈമൂർ ഒരു കഥാകാരനും കൂടിയാണ്. ഇവർ രണ്ടുപേരുടെയും പങ്ങളാണ്, ഉഖ്താണ് ആയിഷ. വക്കാനത്ത് അമ്മത്തൻ ലിറിവ ഇവൽ അദീബ് മഹ്മൂദ് തൈമൂർ എന്ന് പറയുന്ന ഒരു നോവലിസ്റ്റ്, അതേപോലെ ഒരു സാഹിത്യകാരനോട് അദ്ദേഹത്തിൻ്റെ അമ്മത്തായിട്ടാണ് ഇവർ വരിക. തെൻദരിജ് ഷിഅറുഹ തഹ്തൽ മദ്രസത്തുൽ ക്ലാസിക്കിയൽ ജദീദ, നിയോ ക്ലാസിസം എന്ന ആ ഒരു കാഴ്ചപ്പാടിൻ്റെ കീഴിലാണ് ഇവളുടെ കവിതയും കടന്നു വരുന്നത്. തെൻദരിജു ഷിഅറുഹ, അവളുടെ കവിത കടന്നു വരുന്നു. അത് എവിടേക്ക് എത്തുന്നു? ഈ അൽ മദ്രസ അൽ ക്ലാസിക്കിയ അൽ ജദീദ എന്ന പ്രസ്ഥാനത്തിലേക്ക്. വലിദത്ത് ആയിഷത്തു ഫി മദീനത്തിൽ ഖാഹിറ, കൈറോ പട്ടണത്തിലാണ് ആയിഷ ജനിച്ചത്. വനശഅത്ത് ഫി ഉസ്റത്തിൻ ദാത്തി മക്കാനത്തിൻ ഇജ്തിമാഇയ്യ മർമൂഖ, നല്ല ഉയർന്ന സാമൂഹിക ചുറ്റുപാടുള്ള സാമൂഹിക സ്ഥാനം പദവിയുള്ള ഒരു കുടുംബത്തിലായിരുന്നു അവൾ വളർന്നത്. നശഅത്ത് വളർന്നു. ഉസ്റത്ത് കുടുംബം, ദാത്ത് എന്ന് പറഞ്ഞാൽ ഉള്ള, ഫി ഉസ്റത്തിൻ ദാത്തി മക്കാനത്തിൻ, മക്കാന സ്ഥാനം, ഇജ്തിമാഇയ്യ ഒരു സാമൂഹിക സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ള, മർമൂഖാൻ എന്നല്ല ഹൈ ആയിട്ടുള്ള ഉയർന്ന. ബദഅത് തൽഹറു മൗഹിബത്തുഹ അൽ അദബിയ്യ മുൻദു സിഗരിഹ, അവളെ ചെറുപ്പം മുതൽ തന്നെ അവളുടെ സാഹിത്യ പാഠവം അത് പ്രകടമായി തുടങ്ങി. ബദഅത്ത് തൽഹറു പ്രകടമാകുന്നു, മൗഹിബത്ത് അവളുടെ ടാലൻറ്റ്, മുൻദറ മുതൽ, സിഗർ ചെറുപ്പം. വഖദ് അഅമഹ വാലിദുഹ ലിതത്വീരിഹ, അതിനെ ഡെവലപ്പ് ചെയ്യാൻ അവളുടെ പിതാവ് സപ്പോർട്ട് കൊടുത്തു. സപ്പോർട്ട് കൊടുത്തു, തത്വീർ ഡെവലപ്മെൻറ്റ്. ഹൈസു ഖാമ ബി തൗഫീരിൽ മുഅല്ലിമീന ലിതദ്രീസിഹ അൽ ഫിഖ് വന്നഹ്വ വൽ ലുഗാത്തിൽ തുർക്കിയ വൽ ഫാരിസിയ്യ. എങ്ങനെയാണ് പിതാവ് അവളുടെ ഈ ഒരു സാഹിത്യ ടാലൻറ്റിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സഹായിച്ചത്? അവൾക്ക് നല്ല നല്ല അധ്യാപകരെ പഠിപ്പിക്കാൻ വേണ്ടി ലഭ്യമാക്കി കൊടുത്തു എന്നുള്ളതാണ്. എന്തൊക്കെ പഠിപ്പിക്കാൻ? ഫിഖ്, നഹ്വ്, 2 ഭാഷകളും, തുർക്കിയും പേർഷ്യൻ ഭാഷകളും. അപ്പോൾ ഇവിടെ ഖാമ ബി തൗഫീരിൽ മുഅല്ലിമീൻ എന്നാണ്. ഖാമ ബി എന്നാൽ ചെയ്തു കൊടുത്തു, നിർവഹിച്ചു എന്നാണ്. തൗഫീർ ലഭ്യമാക്കുക. മുഅല്ലിമൂൻ എന്ന് പറഞ്ഞാൽ അധ്യാപകൻ, അതിൻ്റെ ജംആണ് മുഅല്ലിമീൻ. തദ്രീസ് ടീച്ചിങ്. എന്തൊക്കെയാണ്? ഫിഖ് പറഞ്ഞാൽ കർമ്മശാസ്ത്രം, നഹ്വ് ഗ്രാമർ, അല്ലുഗാത്ത് ഭാഷകൾ. ഏതൊക്കെ ഭാഷ? തുർക്കി, ഫാരിസിയാണ്, പേർഷ്യൻ. കമാ ഖാമ ബി തഅലീമിഹ അയ്ളൻ റവാഇഅ അൽ അദബിൽ ഫാരിസി, അതോടൊപ്പം പേർഷ്യൻ സാഹിത്യത്തിലെ അത്യാകർഷണീയമായ വർക്കുകളും അവളെ പഠിപ്പിക്കാനുള്ള സൗകര്യം അദ്ദേഹം ചെയ്തു കൊടുത്തു. റവാഇഅ എന്നാണ്, റാഇഅന ഭംഗിയുള്ള, അഴകുള്ള എന്നാണ്. അൽ അദബുൽ ഫാരിസി പേർഷ്യൻ സാഹിത്യം. അതിൽപ്പെട്ട മിസ്ലു അഷാഹിനാമ അലിൽ ഫിർദൗസി വൽ മസ്നവിയുടെ പുസ്തകങ്ങൾ, ഫിർദൗസിയുടെ ഷാഹിനാമ പോലെയുള്ള പുസ്തകങ്ങൾ. ഷാഹിനാമ എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ പഴയകാല ചരിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന അവിടുത്തെ വീരകഥകളും യുദ്ധങ്ങളും അവിടുത്തെ പഴയകാല സംഭവങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു സാഹിത്യകൃതിയാണ് ഫിർദൗസി എഴുതിയിട്ടുള്ള.
അപ്പോൾ അദ്ദേഹത്തിന് ഈ കൃതികളെ പോലെയുള്ള കൃതികളൊക്കെ അവളെ പഠിപ്പിച്ചു അവളുടെ പിതാവ്. വഅലർ റുഗ്മി മിൻ സിവാജിഹാ ഫി സിന്നിൻ മുബക്കിറ, വളരെ ചെറുപ്പത്തിൽ അവളുടെ വിവാഹം കഴിഞ്ഞിട്ട് കൂടി. അലർ റഗ്മി എന്നൊക്കെ പറഞ്ഞാൽ ആയിരുന്നിട്ട് കൂടി, സിവാജ് കല്യാണം, സിന്ന് പ്രായം, മുബക്കിറ നേരത്തെ. ആദത്ത് ലിദ്ദിറാസ, അവൾ പഠനം ആവർത്തിച്ചു, അത് പഠിച്ചുകൊണ്ടേയിരുന്നു കല്യാണം കഴിഞ്ഞിട്ടും. വതഅല്ലമത്, അവൾ പഠിച്ചു. അന്നഹ്വ, നഹ്വ് പഠിച്ചു. അറൂദ് പഠിച്ചു. വൽ അറൂദ് പഠിച്ചു. വഖറഅത് അൽ കസീറ മിനൽ കുതുബിൽ അദബിയ്യ, ധാരാളം സാഹിത്യ കൃതികൾ, ഗ്രന്ഥങ്ങൾ അവൾ വായിച്ചു. അൽ കുതുബുൽ അദബിയ, സാഹിത്യ ഗ്രന്ഥങ്ങൾ. വദ്ദവാവീൻ അശ്ശിഅരിയ, കവിതാ സമാഹാരങ്ങൾ, ദീവാനും ജംഉ ദവാവീൻ, സമാഹാരങ്ങൾ. മിമ്മ ജഅലഹ, ഇതെല്ലാം അവളെ ആക്കി തീർത്തു. എന്താക്കി തീർത്തു? തുജീദുൽ ലുഗാത്തിൽ അറബിയ വ തുർക്കി അൽ ഫാരസിയ, പേർഷ്യൻ, തുർക്കി, അറബി ഭാഷകൾ നന്നാക്കുന്നതിലേക്ക് അവളെ നയിച്ചു. തുജീദു, അജാദ യുജീദ്, നന്നാക്കുക. കതബത്ത് ആയിഷത്തു അശ്ശിഅറ ബിൽ ലുഗാത്തി സലാസ്, 3 ഭാഷകളിൽ ആയിഷ കവിതകൾ എഴുതി. ഷിഅർ, കവിത. ഏതൊക്കെ? അൽ അറബിയ വ തുർക്കിയ വൽ ഫാരസിയ, ഈ 3 ഭാഷകളിലും. വലദൈഹ ദീവാനുൻ, അവളുടെ അടുക്കൽ ദീവാനുണ്ട്. ലദർ ഐന്ദ യഹ്തവി അല ഖസായിദിഹ, അതിലെ കവിതകൾ ഉൾക്കൊള്ളുന്നുണ്ട്. ബില്ലുഗത്തിൽ അറബിയ, അറബി ഭാഷ ഉൾക്കൊള്ളുന്ന കവിതാ സമാഹാരം അവൾക്കുണ്ട്. വല്ലദി ഹമല ഇസ്മ, അതിൻ്റെ നാമമായി വഹിക്കപ്പെട്ടിട്ടുള്ളത്, അഥവാ അതിൻ്റെ പേരെന്താണ്? ഹില്യത്തുത്തിറാസ്. ഹില്യത്തുത്തിറാസ് എന്നാണ് ആ ഗ്രന്ഥത്തിൻ്റെ പേര്. ഏറ്റവും നല്ല ആഭരണം, അലങ്കൃതമായ ആഭരണം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. വഷ്തഹറത്ത് ബി ഖസീദത്തിഹ, അവൾ പ്രസിദ്ധമായത് ഒരു കവിതയിലൂടെയാണ്. ഒരു കവിതയാണ് ഏറ്റവും പ്രസിദ്ധമായത്. അല്ലച്ചി, ആ കവിത എന്താണ്? നഅ്തു ഫീഹ, അതിൽ അവൾ യാത്രയാക്കി. ഇബ്നതഹ, അവളുടെ മകൾ. തൗഹീദ എന്നവളുടെ പൊന്നോമന മോളെ ഈ ലോകത്തിൽ നിന്ന് യാത്രയാക്കിയ, അവളുടെ മരണചടങ്ങുകൾ നിർവഹിച്ചിട്ടുള്ള ഒരു കവിത. അല്ലത്തി തൗഫിയത്ത്, ഈ വഹീദാരാണ്, അവൾ മരണപ്പെട്ടു പോയി. വഹിയ ഫീ സിന്നിൻ മുബക്കിർ, വളരെ നേരത്തെ ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയ തൻ്റെ പിഞ്ചു പൈതലിനെ കുറിച്ച് അവൾ എഴുതിയ കവിത. ആ കവിതയിലൂടെയാണ് അവൾ പ്രസിദ്ധമായിട്ടുള്ളത്. വമ്മ ദീവാനുൽ ആഖർ, വേറെയും ദീവാനുണ്ട്. ഫഖദ് ജമഅ ഖസായിദഹ, അതിൽ അവൾ കവിതകളെ സമാഹരിച്ചു. സമാഹരിച്ചു. ബിൽ ലുഗത്തൈനി, 2 ഭാഷയിൽ. തുർക്കിയ വൽ ഫാരസിയ, തുർക്കി, പേർഷ്യൻ ഭാഷകളിൽ സമാഹരിച്ചതാണ്. വ അതുലഖത്ത് അലൈഹി ഇസ്മ ഷക്കൂഫ എന്ന പേരിലാണ് അവൾ ആ ഒരു ദീവാൻ അവൾ പേര് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഷക്കൂഫിൽ ഡിസ്കസ് ചെയ്യുന്ന ഭാഷയെ നമുക്ക് ഓർമ്മ വേണം, തുർക്കിയും പേർഷ്യയാണ്. ഹില്യത്തു തിറാസിലാണ് അവളുടെ അറബി ഭാഷയിലെ കവിതകൾ സമാഹരിച്ചിട്ടുള്ളത്. 3 ഭാഷയിലും കവിതകൾ എഴുതിയ ഒരു കവയത്രിയാണ്. ഇത്രയും ചോദ്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ടെറ്റ് പോലെയുള്ള മറ്റു എക്സാമുകൾക്കൊക്കെ, മത്സര പരീക്ഷകൾക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മൾ പാഠഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് പഠിച്ചു വെക്കുക. വഖദ് വസഫൽ അദീബ് വന്നാഖിദു ഷഹീർ അബ്ബാസ് മഹ്മൂദ് അൽ അഖാദ് ഷുഅറഹ, വളരെ പ്രസിദ്ധനായ ഒരു നിരൂപകനാണ്, സാഹിത്യകാരനാണ് അബ്ബാസ് മഹ്മൂദ് അൽ അഖാദ്. അദ്ദേഹം അവളുടെ കവിതകളെപ്പറ്റി വിശേഷിപ്പിച്ചത്, വസഫ വിശേഷിപ്പിച്ചു, നാഖിദ് നിരൂപകൻ, അഷ്ഷഹീർ പ്രസിദ്ധനായ. എന്താ വിശേഷിപ്പിച്ചത്? ബി അന്നഹു യസ്ലു ഇല അഅല മുസ്തവയാത്തി ഷിഅർ, കവിതയുടെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്ക് അവളുടെ കവിത എത്തുന്നു എന്ന്. യസ്ലു, എത്തുന്നു. അഅല ഏറ്റവും ഉയരത്തിൽ, മുസ്തവ അതിൻ്റെ സ്റ്റാൻഡേർഡ്, നിലവാരം. അപ്പോൾ ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്ക് അത് എത്തുന്നുണ്ട്. അല്ലത്തി വസല ഇലൈഹൽ ഉദബാ ഫി മിസ്ർ, മിസ്റിലെ സാഹിത്യകാരന്മാർ എത്തിച്ചേർന്നിട്ടുള്ള. ഫി മുൻതസിഫിൽ ഖർനി അത്താസിഅ അശറ, ക്രിസ്താബ്ദം 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയിൽ ഈജിപ്തിലെ സാഹിത്യകാരന്മാർ എത്തിയിട്ടുള്ള ആ നിലവാരത്തിലെത്തുന്നുണ്ട്. ബിസ്തിസ്നായി അബ്ദുറഹ്മാൻ അൽ ബാറൂദി അഹമ്മദ് സആത്തി, അബ്ദുറഹ്മാൻ അൽ ബാറൂദിയും അഹമ്മദ് സആത്തിയെയും ഒഴിച്ച് ബാക്കി ആ നൂറ്റാണ്ടിലെ കവികൾ എത്തിച്ചേർന്ന ആ റേഞ്ചിലേക്ക് ഇവളും എത്തുന്നുണ്ട്. വഖദ് ഇഷ്തഹറത്ത് ബിലഖബി ഖൻസ അൽ അസ്റിൽ ഹദീസ്, ഇഷ്തഹറത്ത് എന്ന് വേണം, അവൾ പ്രസിദ്ധി ആർജിച്ചു. ബിലഖബി ഖൻസ ഇൽ അസ്റിൽ ഹദീസ്, ആധുനിക കാലഘട്ടത്തിൻ്റെ ഖൻസ എന്ന് അറിയപ്പെട്ടത് അവളാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 20-ാം നൂറ്റാണ്ടിൻ്റെ ഖൻസ എന്നറിയപ്പെട്ട ആൾ വേറെ ആളാണ്, ഫത്വ തോക്കാനാണ്. എന്നാൽ ആധുനിക കാലഘട്ടത്തിൻ്റെ ഖൻസ എന്നറിയപ്പെട്ടത് ആയിഷ തൈമൂരിയാണ്. ആ പേര് അലഖബും നമ്മൾ ഓർത്തു വെക്കണം. ഖൻസ അൽ അസ്രിൽ ഹദീസ്. ഖൻസ എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ ഖൻസ എന്ന് പറയുന്നത് ഷാഇറത്തുൻ മഷ്ഹൂറത്തുൻ ഫിൽ അസ്രിൽ ജാഹിലിയ കാലഘട്ടത്തിലും ഇസ്ലാമിക കാലഘട്ടത്തിലൊക്കെ ജീവിച്ച പ്രസിദ്ധിയായ ഒരു കവയത്രിയാണ് ഖൻസ. അവളുടെ ആ ഒരു മഹത്വത്തിലേക്കാണ് ഇവളെയും ചേർക്കപ്പെടുന്നത്. വലൈസ ഫഖത്ത് കാനത്ത് ആയിഷത്തു ഷാഇറത്തൻ, ആയിഷ ഒരു ഷാഇറ മാത്രമായിരുന്നില്ല. ഫഖത്ത് എന്ന് പറഞ്ഞാൽ ഓൺലി, മാത്രം. ബൽ, എന്നാൽ കാന ലദൈഹ ഐദൻ കിതാബാത്തിൻ നസരിയ മുതനവ്വിഅ, അവളുടെ അടുക്കൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള നസറിലുള്ള ഗ്രന്ഥങ്ങളും ഉണ്ടായിരുന്നു. ഗദ്യ സാഹിത്യ മേഖലകളിലും ഒരുപാട് ഗ്രന്ഥങ്ങൾ അവളുടെ അടുക്കലുണ്ട്. നസർ എന്ന് പറഞ്ഞാൽ ഗദ്യമാണ്, മുതനവ്വിഅ എന്ന് പറഞ്ഞാൽ വൈവിധ്യമായ. അതോ
ബിമാ ഫി ദാലിക അതിലുണ്ടായിരുന്നു മഖാലാത്തുൻ ഒരുപാട് മഖാലകളുണ്ട്. നുഷിറത്ത് ഫി ബഅദി സുഹഫി ഫി തിൽക്കൽ ഫത്ര അക്കാലയളവിൽ പത്രങ്ങളിലും മറ്റു ജേണലുകളിലും എല്ലാം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള മക്കാലകളായിരുന്നു അവളുടെ അടുക്കലുണ്ടായിരുന്ന ആ ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. നുഷിറത്ത് പബ്ലിഷ് ചെയ്യപ്പെട്ടു. സുഹഫ് ജേണലുകൾ, തിൽക്കൽ ഫത്ര ആ പീരീഡ്. കമാ കതബത്ത് റിസാലത്തൻ സഗീറത്തൻ അവൾ ഒരു ചെറിയ റിസാല എഴുതിയിട്ടുണ്ട്. ബി ഉൻവാൻ അതിൻ്റെ പേരെന്താണ്? മിർആത്തു തഅമ്മുൽ ഫിൽ ഉമൂർ എന്നാണ് അതിൻ്റെ പേര്. ഓരോ കാര്യങ്ങളിലും ചിന്തയുടെ കണ്ണാടി എന്നാണ് അർത്ഥത്തിലുള്ള ഒരു ചെറിയ റിസാലയും അവൾ എഴുതിയിട്ടുണ്ട്. ഹൈസു തനാവലത്ത് ഫിഹ അതിൽ അവൾ കൈകാര്യം ചെയ്തു. തനാവല ഡീൽ ചെയ്യാം. എന്താണ് ഡീൽ ചെയ്ത്? ഖദായ ഇജ്തിമാഇയ്യ സാമൂഹിക വിഷയങ്ങളായിരുന്നു. സോഷ്യൽ ഇഷ്യൂസ്, ഖദായ ഇഷ്യൂസ്. വ അഖ്ലാഖിയ അതേപോലെ എത്തിക്കൽ അല്ലെങ്കിൽ മോറൽ ഇഷ്യൂസ് ഒക്കെയാണ് അവൾ അതിൽ ഡിസ്കസ് ചെയ്തത്. വതുഅദ്ദു ആയിഷത്തു തൈമൂരിയ വാഹിദത്തുൻ മിൻ അവൈലിൽ കുത്താബിൽ അറബ് ആധുനിക കാലഘട്ടത്തിൻ്റെ എഴുത്തുകാരുടെ മുൻപന്തിയിലുള്ള ഒരുവളായിട്ട് അവൾ എണ്ണപ്പെടുന്നുണ്ട്. എങ്ങനത്തെ അറബി എഴുത്തുകാരുടെ മുൻപന്തിയിലുള്ളവരിൽ ഒരാളായിട്ട്. എങ്ങനത്തെ എഴുത്തുകാർ? അല്ലദീന തനാവലു അൽ അദബ് അൽ ഖിസസി ഫിൽ അശ്റിൽ ഹദീസ് ആധുനിക കാലഘട്ടത്തിൽ അൽ അദബുൽ ഖസസി കഥാസാഹിത്യം ഇത് ഡീൽ ചെയ്തിട്ടുള്ള അത് കൈകാര്യം ചെയ്തിട്ടുള്ള അറബി എഴുത്തുകാരുണ്ട്. അവരിൽ ആദ്യകാലത്ത് മുന്നോട്ട് വന്ന കഥകൾ എഴുതാൻ വേണ്ടി മുന്നോട്ട് വന്ന ആളുകൾ, അവരിൽ ഒരുവളായിട്ടും ആയിഷ തൈമൂറിയ എണ്ണപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഈ ഒരു കവിത ഡിസ്കസ് ചെയ്യാനുണ്ട് ഇൻഷാ അള്ളാഹ്. അത് അള്ളാഹുമായി ബന്ധപ്പെട്ട് എഴുതിയാണ്. അതിൽ തീം വരുന്നുണ്ടെങ്കിൽ തളർറുഅ് ഒന്ന് വിനയമാണ്. വല്ലിബ്തിഹാലു ഇലല്ലാഹി അർറജാഉ വഹുസ്നുൽ ളുന്ന് ബില്ലാഹി ത്വലബുൽ അഫ്വ വൽ മഗ്ഫിറ മിനല്ലാഹ്. അപ്പോൾ അള്ളാഹുമായി ബന്ധപ്പെട്ട അള്ളാഹുവോട് പ്രതീക്ഷ അർപ്പിക്കുന്ന, അള്ളാഹുവിന് നല്ലത് വിചാരിക്കുന്ന, മാപ്പ് ചോദിക്കുന്ന ഇതൊക്കെയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഇത്തരം ഇനി പഠിക്കാൻ പോണ കവിതയിൽ ഇലാഹി സയ്യിദി അൻതൽ ജലീൽ എന്ന കവിതയിൽ പഠിക്കാനുള്ളത്. ആ ഭാഗമാണ് ഇൻഷാ അള്ളാഹ് നമുക്ക് പഠിക്കാനുള്ളത്. മറ്റൊരു ക്ലാസ്സിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.